നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുകൂടെയോ ബസ് സ്റ്റാൻഡിലൂടെയൊക്കെ നടക്കുമ്പോൾ ധാരാളം യാചകരുടെ ഒരു നീണ്ട തിര തന്നെ അവിടെ കാണാം. ഉത്സവ പറമ്പുകളിൽ, അതുപോലെ പ്രധാന അമ്പലങ്ങളുടെ പരിസരത്ത് ഇവിടെയൊക്കെ സ്ഥിരമായി നമ്മൾ യാചകരെ കാണും. നേര് പറയാലോ, ഇവരിൽ കോടീശ്വരന്മാരും ഉണ്ട്. ഭിക്ഷാടനം ഒരു ബിസിനസ്സാക്കിയവരും ഇവരിൽ കാണാം. കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഈ തൊഴിലെടുക്കുന്നുമുണ്ട്. അതിൽ തന്നെ ജീവിക്കാൻ വേണ്ടി യാചിക്കുന്നവരുമുണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ മദ്യപാനികളും അക്രമകാരികളുമാണ് ഇവരിലധികവും. എന്തിനാണ് ഈശ്വരൻ ഇവരെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് പലരും ചിന്തിക്കാറുമുണ്ട്. ഈ ലോകത്ത് ഒരാളെ പോലും തെണ്ടിയലഞ്ഞും ഭിക്ഷയെടുത്തും ജീവിക്കാൻ വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല. ഓരോരുത്തർക്കും ജീവിതകാലം മുഴുവനുള്ള അന്നവും അത് സമ്പാദിക്കാനുള്ള അധ്വാനത്തിൻ്റെ മാർഗവും കൂടി ദൈവം സൃഷ്ടിയുടെ മുഹൂർത്തത്തിൽ തന്നെ വിധിച്ചിട്ടുണ്ട്. അതല്ലാതെ ചിലരെ മാത്രം തെണ്ടികളായി യാചിച്ചലയുവാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നില്ല. ഇങ്ങനെ തെണ്ടി ജീവിക്കേണ്ട ഒരു കാരണം പൂർവജന്മ കർമ്മഫലമാണ്. മറ്റൊന്ന് അവരുടെ തന്നെ പിടിപ്പില്ലായ്മയും ഉദാസീനതയും കയ്യിലിരിപ്പും കൊണ്ട് മാത്രമാണ്. അധ്വാന വിരോധവും മെയ്യനങ്ങാതെ കിട്ടുന്നത് കൊണ്ട് സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന അങ്ങനെ അവർ പഠിച്ചു വച്ചിട്ടുണ്ട്. ഏതൊരാളുടെയും മുമ്പിൽ പോയി കൈ നീട്ടിയാൽ മതി. അങ്ങനെ കിട്ടുന്നതിലുള്ള സന്തോഷവും അവരുടെ നികൃഷ്ടമായ മനോഭാവവുമാണ് അവരെ നയിക്കുന്നത്. തെളിഞ്ഞ വെള്ളം നിറഞ്ഞ കഞ്ഞിവെള്ളം തന്നെയായാലും ശരി, അധ്വാനത്തിൻ്റെ ഫലമാണ് അതെങ്കിൽ ആ കഞ്ഞിവെള്ളം കുടിക്കുന്നതിനേക്കാൾ ആനന്ദപ്രദവും അഭിമാനകരവും മധുരതരവുമായ മറ്റെന്താണുള്ളത്? ഇന്ന് സംസാരിക്കുന്ന വിഷയം ഭിക്ഷക്കാരെക്കുറിച്ചോ ഭിക്ഷാടനത്തെക്കുറിച്ചോ അല്ല. മറ്റൊരു കാര്യം പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ മഹത്വം എത്രമാത്രം അഭിമാനകരമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഒരു സാധാരണ കുടുംബത്തിലെ മകൻ പഠിച്ച്, അച്ഛൻ കൂലിപ്പണിയെടുത്താണ് മകനെ പഠിപ്പിച്ചത്. മകൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പല ജോലിയിലും കയറിപ്പറ്റി കുടുംബം നോക്കുന്നു. ഇവൻ മാത്രം വിചാരിച്ച് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് അലഞ്ഞു നടക്കുന്നു. കാണാം നമ്മുടെ ചുറ്റും അങ്ങനെയുള്ളത്. അവൻ്റെ കൂട്ടുകാരൊക്കെ പഠിക്കുമ്പോഴേ ജോലിക്ക് പോയവരാ. അവർക്ക് പഠിക്കാനുള്ള പണം അവർ തന്നെ കണ്ടെത്തിയതാണ്. അങ്ങനെയാണ് അവർ പഠിച്ചത്. ഇവനെ അമ്മ അത്തരം തൊഴിലൊന്നും, ആ തൊഴിലുകൾക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് വിലക്കി. ഇവരെക്കാൾ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരുടെ മക്കളാണ് പഠിക്കുമ്പോൾ തന്നെ ജോലിയിലൂടെ പണം കണ്ടെത്തിയത്. പക്ഷെ ഇവനെ മാത്രം അമ്മ അതിനൊന്നും വിട്ടില്ല. അവൻ പഠിച്ചിട്ടില്ലേ, അവൻ അതിനനുസരിച്ചുള്ള ജോലി കിട്ടും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. പല അമ്മമാരും അങ്ങനെയാണ്. അവരുദ്ദേശിച്ച് ജോലി കിട്ടുന്നത് വരെ വെറുതെ നടക്കണോ? എന്തെല്ലാം ജോലി സാധ്യതകൾ ഇന്നുണ്ട്. അതിനൊന്നും പോകാതെ അലസനായി നടന്നു. അച്ഛൻ്റെ ഉപദേശങ്ങളൊന്നും ചെവിക്കൊണ്ടതുമില്ല.
അതിന് പ്രധാന കാരണം അമ്മയാണ്. ഒരു ദിവസം അച്ഛൻ ഒരു കഠിനമായ തീരുമാനം എടുത്തു. നാളെ വൈകുന്നേരം 500 രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ആഹാരം കിട്ടില്ല. ഇതൊരു തീരുമാനമാണ്. അതും പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോയി. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന 500 രൂപ മകന് കൊടുത്ത് പറഞ്ഞു, ഇത് നാളെ വൈകുന്നേരം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തേക്ക്. പിറ്റേന്ന് വൈകുന്നേരം മകൻ അച്ഛൻ്റെ കയ്യിൽ 500 രൂപ കൊണ്ട് കൊടുത്തു. അച്ഛൻ ആ നോട്ടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് കയറി ആ തോട്ടിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. മകൻ അങ്ങനെ നോക്കിയിരുന്നു. പിറ്റേ ദിവസവും മകൻ 500 രൂപ അച്ഛന് കൊടുത്തു. അത് കീറാൻ തുടങ്ങിയതും മകൻ അച്ഛൻ്റെ കയ്യിൽ കയറി അങ്ങോട്ട് പിടിച്ചു. അതെന്തേ അവ അങ്ങനെ പിടിച്ചത്? അതാണ് ആദ്യം കൊടുത്ത 500 രൂപ വെറുതെ കിട്ടിയതാ, അമ്മ കൊടുത്തതാ. രണ്ടാമത് അച്ഛന് കൊടുത്ത 500 രൂപ അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ആ അധ്വാനത്തിൻ്റെ വില എത്രമാത്രം ഉണ്ട് എന്ന് അവന് ബോധ്യമായി. ആ പണം കീറിക്കളയാൻ അവൻ സമ്മതിച്ചില്ല. അതാണ്, അവനവൻ അധ്വാനിച്ചുണ്ടാക്കണം. അപ്പോഴേ പണത്തിൻ്റെ വില അറിയുള്ളൂ. ആ പണത്തിൻ്റെ വില അറിയണമെങ്കിൽ വിയർപ്പൊഴുക്കണം. ആ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണത്തിന് മൂല്യങ്ങളുണ്ടാകും. അങ്ങനെയല്ലേ വേണ്ടത് എന്ന്